അർഹമുറാഹിമേ കാട്ടിത്താറിവിൻ പൂന്താരം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? പെരുന്നാളൊക്കെ കഴിഞ്ഞു അല്ലേ? നമുക്ക് വലിയ പെരുന്നാളാഘോഷമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കയ്യ് പൊള്ളിട്ടോ മക്കളെ. ആ ചെമ്പാണ് നിലത്ത് കിട്ടിയാൽ നല്ല ആവിയായിരുന്നു. നെയ്ച്ചോറ് വെക്കുകയാണ് നമ്മളെ ലേഹം ഉണ്ടാക്കണ അടുപ്പിൽ കേട്ടോ. അപ്പം ഇത്തിരി തോന വെക്കണം. ഏട്ടത്തി മക്കളൊക്കെ വരുന്നുണ്ട്. കാരണം പെരുന്നാൾ ഞാൻ അങ്ങനെ വല്ല ആഘോഷിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പം കാക്കൂൻ്റെ അപ്പം അവിടെ സർജറി കഴിഞ്ഞ് കിടക്കുക. ഇപ്പുറത്ത് എൻ്റെ അമ്മച്ചിക്ക് തീരെ വയ്യ. പിന്നെ മക്ക് തീരെ വയ്യായും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഭക്ഷണമൊന്നും കഴിക്കണില്ല കേട്ടോ. നിങ്ങളെ ദുആയിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണേ. അപ്പോൾ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറാനൊക്കെ കേട്ടോ. ഇപ്പം സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുക. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്നും പതിവ് പോലെ എല്ലാ സാധനങ്ങളും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി കൊടുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ വലിയ ആളായിക്കാണ്ട് കൊടുന്നുകാണ്ട് നേരം വെളുത്തപ്പോത്തിന് ആകെ തല മിന്നി പ്രഷർ കുറഞ്ഞ് ആകെ കുഴക്കൊക്കെ ആയിട്ടോ. കാക്കു അത് വാങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി വാങ്ങിയപ്പോൾ തന്നെ കാക്കു പറഞ്ഞിരിക്കണം കേട്ടോ, നേരം വെളുക്കുമ്പോൾ എന്താക്കായിരിക്കും സ്ഥിതി. ഒന്നാമത് കാക്കു ഇല്ലായിരുന്നു അന്ന്. കാക്കു അന്ന് പപ്പാൻ്റെ അടുത്തേക്ക് പോയി. കാക്കുവിൻ്റെ പപ്പാൻ്റെ അടുത്തേക്ക് സർജറി കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം അങ്ങനെ പോയി. പിന്നെ അന്നാണ് ഈ പെരുന്നാളിൻ്റെ തലേന്ന് ഫുള്ള് ഷിപ്പിംഗ് ആയിരുന്നു. ആ സാധനം ഇങ്ങോട്ട് വിടാഞ്ഞാൽ നമുക്ക് സമാധാനക്കേടെ. 2-3 ദിവസം കൊറിയർ ഓഫീസ് അടവായിരുന്നു കേട്ടോ. 2 ദിവസം കൊറിയർ ഓഫീസ് അടവും പിന്നെ ഒരു ഞായറാഴ്ചയും വന്നു അതിൻ്റെ അടിയിൽ. പിന്നെ നമ്മൾ അന്ന് തന്നെ വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആ ബാച്ച് പിന്നെ തിങ്കളാഴ്ചയൊക്കെ ആയിരിക്കും വിടേണ്ടത്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ അങ്ങോട്ട് വിടാമെന്ന് കരുതികാണ്ട് അന്ന് പരക്കം പാഞ്ഞ് ഞാനും റിതും ഷെയ്മോളും പിന്നെ എൻ്റെ മൂത്തച്ഛൻ്റെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിക്കാണ്ട് ഒത്തുപിടിച്ചിക്കാണ്ട് അങ്ങോട്ട് വിട്ടിക്കാണ് കേട്ടോ. കാക്കൂനെ അവിടെ നിന്നിട്ടും സമാധാനമല്ല. പിന്നെന്താ, കാക്കു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. പിന്നെ കാക്കുവിന് പിന്നെ ഇവിടെ നിന്നാൽ സമാധാനം ഉണ്ടാവില്ല. കാക്കുവിനെ ഇവിടെ നിർത്തിയ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി ഇപ്പാൻ്റെ അടുത്തേക്ക് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി പറഞ്ഞുകൊണ്ട് കാക്കുവിനോട് വിട്ടു ഞാൻ കേട്ടോ. പിന്നെ അങ്ങോട്ട് പരിശ്രമിക്കൽ തുടങ്ങിയില്ലേ. നേരം വെളുക്കും വൈകുന്നേരം ആയപ്പോത്തിന് ഏകദേശം 6:30-7 മണിയായപ്പോത്തിന് ആ ഉച്ചക്കത്തെ ചോറൊന്നും നന്നായിട്ട് ആകെ അങ്ങോട്ട് കുഴക്കായി ക്ഷീണമായി വിയർത്തൊലിച്ച് വീഴാൻ പോലൊക്കെ ആയിട്ടോ. പിന്നെ ഗ്ലൂക്കോസൊക്കെ പോയി കയറ്റി. അപ്പം തന്നെ കാക്കു ചിരിച്ചിട്ട് നാളത്തെ ബിരിയാണി ഏൽപ്പിച്ചവുമില്ല, ആകെ പിടുത്തം വിട്ട പോലെ. പിന്നെ ഇവിടെ എപ്പോഴും ഉണ്ടാക്കണ പോലെ ഇവിടെ ഒരു കാക്കുണ്ട് കേട്ടോ, ബിരിയാണിയും ഇതൊക്കെ വെക്കണേ. മന്തിയാണ് അവർ കാര്യമായിട്ട് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഓർഡർ പ്രകാരമാണ് കൊടുക്കൽ. നമുക്ക് എന്തോ ഭാഗ്യത്തിന് അങ്ങോട്ട് കിട്ടിയതാട്ടോ. മന്തിയൊക്കെ കൊടുന്ന് അങ്ങനെ ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഇത്താത്ത വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇത്തിരി ചോറ് വെക്കുക. പോത്ത് നമുക്ക് കിട്ടിക്കണമല്ലോ, അദ്ദേഹത്തിൻ്റെ ഇറച്ചിയൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടിക്കണമല്ലോ അല്ലേ. അപ്പം നമുക്ക് എന്താ താത്ത വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കേണ്ടി കരുതിക്കാണ്ട് കുട്ടികളും പറഞ്ഞു, നിങ്ങൾ പെരുന്നാൾക്ക് നേർക്ക് പെരുന്നാൾ കഴിച്ചില്ല അമ്മ, ആ ചോറ് കൊടുന്നുകൊണ്ട് അത് നമ്മൾ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ കൊണ്ടുവന്ന് തിന്നണല്ലേ, അതേപോലെ ആയി പെരുന്നാൾ. പെരുന്നാൾ പറയുമ്പോൾ നല്ല രസമാണ് അല്ലേ. എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അറിയാം. ഇല്ലെങ്കിലും ഇല്ല ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് എല്ലാം ഇങ്ങോട്ട് റെഡിയാക്കും ഞാൻ. പക്ഷേ ഈ പെരുന്നാൾക്ക് കഴിഞ്ഞില്ല, ആകം പിടുത്തം വിട്ടു മക്കളെ. പിന്നെ ഒരു സമാധാനം ഇല്ലല്ലോ. അപ്പോൾ എല്ലാം കൂടി വേജാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നുമില്ലാതെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നിങ്ങളൊക്കെ ദുആ വേണം കേട്ടോ. പിന്നെ അപ്പോൾ ഏട്ടത്തി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്താ ഉണ്ടാക്കണത്? നെയ്ച്ചോറും പൂത്ത് പറ്റിയതും പിന്നെ ഇത്തിരി അടപ്രഥമനും ഉണ്ടാക്കാറുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനാണ് വലിച്ചപ്പോൾ മക്കളെ കൈമൊക്കെ ഇങ്ങോട്ട് ആവി വന്നിട്ട് ഒറ്റ തട്ടലാണ് തട്ടിയത്. അതാണ് ആദ്യം ചാടിയ കേട്ടോ. കൈ ഇങ്ങോട്ട് ആവി നമുക്ക് പൊള്ളിലേറെ, വെള്ളത്തിൽ ചാടി പൊള്ളിലേറെ നമുക്ക് ആവി തട്ടിയാലേ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ ആദ്യം ഞാനൊന്ന് ചെറുതായിട്ട് ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എന്താ ചോറാക്കിക്കാണ്ട് വെച്ചിരുന്നു. പിന്നെ എന്നാലും എനിക്കൊരു ഡെക്കറേഷൻ്റെ ഒരു കമ്മി ഉണ്ടോ തോന്നുക. അപ്പം ഇത്തിരി ഉള്ളി ഇത്തിരി കരിഞ്ഞു കേട്ടോ. പരക്കം പാച്ചിലുകൊണ്ടാണ് മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്മമാർക്ക് തീരെ വെജ് കേട്ടോ. അമ്മമാർക്ക് ഭക്ഷണമൊന്നും നേർക്ക് ഇറങ്ങണമൊന്നുമില്ല, നേർക്ക് നടക്കാനൊന്നും വെജ്. അപ്പം അമ്മമാൻ്റെ കാര്യങ്ങളും നോക്കണ്ടേ, എൻ്റെ അമ്മാൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഒരു സമാധാനമല്ല. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോഴേ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ നമുക്കൊരു പൊറുതിയാടല്ലേ. ഏട്ടത്തിൻ്റെ 2 കുട്ടികളും ഉണ്ട്. ഒരു വരുമ്പോൾ തന്നെ ചോദിച്ചു, മാമ എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ മാമ വിളിച്ചു കേട്ടോ.
കുഞ്ഞാമാന്നില്ലേനും ഷോർട്ട് നെയിമായിട്ട് മാമ വിളിച്ചു നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി സ്പെഷ്യൽ അറിയാം. അപ്പോൾ കുട്ടികൾക്ക് അപ്പോൾ അതൊന്നുമില്ലല്ലോ, വെജായും കാര്യങ്ങളൊന്നും. അപ്പോൾ പിന്നെ ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കി, പോത്തിറച്ചി ഉണ്ടായിരുന്നു, അത് കാക്കു വെക്കാറുണ്ട്. കാക്കു എന്താട്ടി, കാക്കു പിന്നെ അതിൻ്റെ ഇടയിൽ തിരക്കുടിച്ച് പുറത്തേക്കും പോയിട്ടോ. അപ്പം ഞാൻ എന്താട്ടി, നമ്മളെ ലേഹത്തിൻ്റെ അടുപ്പുണ്ടല്ലോ ഹൈമല അങ്ങോട്ട് വെച്ചു, സ്റ്റിക്കൊക്കെ വെച്ചിക്കാണ്ട് ആക്കി കേട്ടോ. ഋതുവിനെ ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങോട്ട് കിട്ടണില്ലേ, ഓനും എൻ്റെ ചങ്ങായിമാർ കളിച്ചാനാണ് പറഞ്ഞുകൊണ്ട് ഓനാണ് പോയിട്ടോ. ഇതാ അടപ്രഥമനാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോസും ലോങ് വീഡിയോ വരും കേട്ടോ. അതൊക്കെ പാടെ കൂട്ടി ചേർക്കുമ്പോൾ നിങ്ങൾക്കും കാണാൻ ഇടങ്ങാറാണെന്ന് കരുതിയിട്ട് തന്നെ ഞാനത് ഇങ്ങോട്ട് ചെറുതാക്കിക്കാണ്ട് ഇങ്ങോട്ട് എടുത്തിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെയും വീഡിയോസ് ഉണ്ട്, അതും ഞാൻ ഇടണ്ട് കേട്ടോ. അരച്ചി അത് വെള്ളത്തിൽ ഇട്ടേച്ചിക്കണ് കേട്ടോ, മുറിച്ചിക്കാണ്ട് ലെവലാക്കിക്കാണ്ട് കാക്കു പോയിക്കണ് കേട്ടോ, ഒക്കെ റെഡി ആക്കിക്കണ്. പിന്നെ മമ്മാക്ക് ലേസം കഞ്ഞി കൊടുക്കട്ടെ കേട്ടോ, ഒന്നും തിന്നണില്ല. അപ്പോൾ പൊടിയരി കഞ്ഞി തന്നെ കൊടുന്നിക്കുകയാണ് കേട്ടോ. അത് നല്ലോണം ഇങ്ങോട്ട് കുക്കറിലിട്ട് കാണ്ട് ഒരു പൊടിയരി കഞ്ഞിക്ക് 2 കൂക്ക് 3 കൂക്കൊക്കെ മതി. ഞാനൊരു 5-6 കൂക്കൊക്കെ കൊണ്ട് കൂക്കിച്ചു, നല്ലോണം വേവട്ടെ എഴുതിക്കാണ്ട്. അതിലൊരു തരി വന്നാൽ പിന്നെ തരിപ്പ് പോയിട്ട് ആകെ ഛർദ്ദിച്ച് ആകെ ഇതാവട്ടോ. അപ്പം ഇത്തിരി കഞ്ഞി കൊടുക്കട്ടെ, അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ കാര്യം നോക്കണമല്ലോ. അപ്പോൾ അതിന് ഈ ചുമ മാറ്റി ഒരുങ്ങി സുന്ദരിയാണ്ട് കേട്ടോ. ഏട്ടത്തിൻ്റെ കുട്ടികൾ വരുന്നുണ്ട് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒന്നാമത് എവിടേക്കും പോവാനും ഇരിക്കാനൊന്നും ഇല്ലല്ലോ. അവിടെ ഇപ്പം അവിടുത്തെ വീട് ഒഴിഞ്ഞിങ്ങനെ കിടക്കുകയല്ലേ, ഇത്താത്താൻ്റെ വീട്. ഇത്താത്ത തിരുവനന്തപുരത്താണ്, നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ഓലും ഇങ്ങോട്ട് വരിക പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അവർക്ക് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലേ, അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലേ. എപ്പോഴും പറയട്ടോ ഓള് ഇനി വരുവോണ്ടി എടി. ഒന്നാകുമ്പം ബലിയും കൊണ്ട് പോയാൽ മെനക്കെടുവാണ്, ചിലവുമാണ്, നിങ്ങൾക്ക് അറിയണല്ലേ. അപ്പോൾ പിന്നെ അതിക്ക് ഇങ്ങോട്ട് മെനക്കെടുക്ക് ഇങ്ങോട്ട് ആവാക്കുക. പിന്നെ നമ്മളെ ലേയും കാര്യങ്ങളൊക്കെ തൽക്കാലമൊക്കെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും കരുതിയാണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പെരുന്നാളൊന്നും വല്ലാതെ ആഘോഷിച്ചില്ല. അപ്പോൾ ഓല് വരുന്ന പറഞ്ഞപ്പോഴേ കുട്ടികൾക്കൊക്കെ എന്നാണ്ട് പായസവും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. പെരുന്നാൾക്ക് ഞാൻ പായസം വെച്ചില്ല കേട്ടോ. അമ്മക്ക് ലേസം നേർക്ക് കുടിച്ചണില്ല മക്കളെ മമ്മാട്ടോ, എന്താ പറ്റിയാവും അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഞാൻ കൊടുന്നിരുത്തിയതാട്ടോ, ഇരിക്കണില്ല കേട്ടോ, നേർക്ക് ഇരിക്കണില്ല അമ്മ. അപ്പോൾ നീച്ചാനൊന്നും വെച്ചപ്പോൾ അന്നത്തെ പോലെ നമ്മൾ പിടിച്ച് നടന്നാലും നടക്കാനൊന്നും കഴിയൂല കേട്ടോ. നമ്മളിങ്ങനെ താങ്ങി പിടിച്ച് കൊടുന്നിരുത്തണം. ഞാൻ ഇടയ്ക്ക് മുന്നേ കൊടുന്നിരുത്തു കേട്ടോ. പറ്റ അവിടെ ഇങ്ങനെ കടത്തിയാൽ പറ്റ കടുപ്പിലായ പോലെ ആവില്ലേ, ബാക്കിലൊക്കെ പൊട്ടലും മുറിവൊക്കെ വരും. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ എന്ത് കേട്ടോന്ന്, കണ്ണോപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ രാവിലെ ഒന്നും കൊടുന്നിരുത്താൻ കഴിയൂല. വൈകുന്നേരമൊക്കെ ഒരു 5 മണിയാവുമ്പോഴേ കൊടുന്നിരുത്തു കേട്ടോ. ഒരു സാധനം തിന്നണമില്ല. അപ്പോൾ ഏട്ടത്തി പോയപ്പോൾ കരഞ്ഞുകാണ്ടാ പോയത്. ഓൾക്ക് ഭയങ്കര സങ്കടമായിക്കണം. കാരണം ഉമ്മ ഓളെ അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പോകാൻ നേരത്തൊക്കെയാണ് കണ്ണുക്ക് ഇങ്ങനെ നോക്കണത്. വർത്താനം പറയാനൊന്നും ഉമ്മക്ക് നേർക്ക് വയ്ക്കണില്ല, ഭക്ഷണം കഴിക്കാനും വയ്ക്കണില്ല. പിന്നെ ഓള് വന്നപ്പോൾ ഞാനൊന്ന് കൊണ്ടുപോയിക്കാണ്ട് ഗ്ലൂക്കോസൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് പോന്നു കേട്ടോ. ഓൾക്ക് പിന്നെ പിടിച്ചാനൊന്നും വെക്കൂല. ഓളവസ്ഥകളൊക്കെ നമ്മളെ ആദ്യത്തെ മുത്തുമണികൾക്ക് അറിയാലേ. ആദ്യം ഒരു ചെമ്പ് വെച്ച് നോക്കിട്ടോ ഇറച്ചി വെക്കാൻ, പക്ഷെ അതിൽ ഒതുങ്ങൊന്നും തോന്നണില്ല. അപ്പം ഞാൻ എന്താട്ടി, നമ്മളെ പണ്ടത്തെ ബിരിയാണി ചെമ്പ് ഓർമ്മണ്ടങ്ങൾക്ക് അതാണ് കേട്ടോ വെച്ച് നെയ്ച്ചോറിൻ്റെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡെക്കറേഷനൊക്കെ ചെയ്ത് കാണ്ട് നമ്മളെ ലേഹത്തിൻ്റെ ചെമ്പള അതൊക്കെ വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഇതിപ്പോൾ തിങ്കളാഴ്ച വിടുന്ന വീഡിയോ ആണ് കേട്ടോ. എടുത്തത് 2 ദിവസം മുന്നത്തെ വീഡിയോസാണ്, വോയിസ് കൊടുത്തതൊക്കെ കേട്ടോ. നമ്മൾ ഞായറാഴ്ച ലേഹ്യവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച എല്ലാവരും പോരും. അന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനി തിങ്കളാഴ്ചയാണ് വിടുള്ളൂ എന്ന്. കാരണം പെരുന്നാളുമാണ്, 2-3 ദിവസം കൊറിയർ ഓഫീസ് അടവാണ്. അപ്പം പിന്നെ ഞായറാഴ്ച ഉണ്ടാക്കിയിട്ട് തിങ്കളാഴ്ച അങ്ങോട്ട് വിടാമെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടി തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഷെയ്മോളുണ്ട് എല്ലാത്തിനും ക്യാമറ പിടിച്ചാനും ഇതിനൊക്കെ കേട്ടോ. ഓള് സഹായിച്ചു തരുന്നുണ്ട്. പിന്നെ ക്യാമറ പിടിച്ചാൻ ആളില്ല, ഞാൻ മെനക്കട തന്നെയാണ്. പിന്നെ എന്താണോ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കാക്കുമില്ല ഋതുമില്ല, പള്ളിക്കോലും. പിന്നെ അതിൻ്റെ ഇടയിൽ കാക്കു ഒന്ന് ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി. ഇതിനൊക്കെ തിരക്കൊക്കെ. അതിൻ്റെ ഇടയിലും നമ്മളെ വീഡിയോയും കാര്യങ്ങളും നമ്മളെ കാര്യങ്ങളും കുറച്ച് നോക്കാൻ ഞാൻ പണ്ടത്തെ പോലെ ബാക്കിക്ക് ഇങ്ങോട്ട് കോണി ഇറങ്ങൂലേ. പണ്ടത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പം അങ്ങോട്ട് എത്തരുത് എന്നല്ലേ ലെവലിലാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടണം കേട്ടോ. ഞാനായാലും മക്കളായാലും കാക്കുമായാലും ഈ പോക്ക് ഇങ്ങനെ പോയി കിട്ടിയ അൽഹംദുലില്ലാ വലിയ റാത്താണ്. മക്കളെ കാര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം പോലെ പഠനവും കാര്യങ്ങളൊക്കെ നടന്നു പോയാൽ മതി. വലിയ മോഹങ്ങളൊന്നുമില്ല. പഠിച്ചോൻ തരികയാണെങ്കിൽ തരട്ടെ, അതിനും വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുകൊണ്ട് മക്കളെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നമ്മളെ കാര്യങ്ങൾ ഒരാളെ മുന്നിൽ കൈ നീട്ടാതെയൊക്കെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോവാല്ലേ ഒരു ഭാഗ്യം റബ്ബ് നമുക്ക് തരട്ടെ, ഹൈറും ബർക്കത്തൊക്കെ. അപ്പോൾ ഒക്കെ ശരിയാവും. നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തിയാൽ മതി.
അപ്പോൾ ലേഹം വിടാഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പോൾ ഞായറാഴ്ച ലേഹം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇന്ന് ഷിപ്പ് ചെയ്ത് തരും കേട്ടോ. ഇന്ന് വോയിസ് വിടുന്നതാണ്. വെള്ളിയാഴ്ച എടുത്ത വീഡിയോസാണ് കേട്ടോ. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ആയിട്ട് കൂട്ടി യോജിപ്പിച്ച വീഡിയോ ആണ്. പക്ഷേ ശനിയാഴ്ചത്തെ വീഡിയോസ് ഞാൻ ഇതിൽ കൂട്ടി യോജിപ്പിച്ചിട്ടില്ല, മാറ്റി നിർത്തിയേക്കാണ്. അത് ലോങ് കൂടും കരുതിയാണ്ട് കേട്ടോ. പിന്നെന്താ മസാലകളൊക്കെ അങ്ങോട്ട് ഇതാക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉമ്മമാക്ക് കഞ്ഞി എടുത്തു. ഉമ്മമാനെ കുളിപ്പിച്ചിക്കാണ്ട് റെഡിയാക്കി. ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്ക് ഒറ്റക്ക് കുളിപ്പിച്ചാനും വെച്ച ഉമ്മ നേർക്ക് ബലസിൽ ഇങ്ങോട്ട് നിൽക്കൂല. ബലസ് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. കയ്യും കാലൊക്കെ ഇങ്ങനെ പറ്റ കൊയ്യാണ്. അപ്പോൾ പിന്നെ നമുക്ക് മറ്റേ ഞാൻ നമ്മളെ സ്റ്റൂളുമല്ലോ അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റ് അടച്ചിട്ട് അയിമ ഇരുത്തിയിട്ടൊക്കെയാണ് ഉമ്മാനെ കുളിപ്പിച്ചിരുന്നത്. അപ്പം അങ്ങോട്ട് നേർക്ക് വെക്കണില്ല. അപ്പോൾ പിന്നെ കസാലിയിലൊക്കെ ഇരുത്തിക്കാണ്ട് അങ്ങോട്ട് ഒപ്പിച്ച. ഇന്നലെയൊക്കെ തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ തുടക്കണ യന്ത്രം ഉണ്ടല്ലോ, വൽപ്സോ, അതുകൊണ്ട് തുടച്ചുകാണ്ട് വൃത്തിയാക്കിയിട്ടു. പിന്നെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ വല്ലാതെ വൃത്തിയേടൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, കാരണം കുഞ്ഞുമണിയാളും ഒക്കെ അല്ലേ. അപ്പോൾ ഒക്കെ ഒരു കഥയായിരിക്കും. വൃത്തിയിൽ നമ്മൾ നോക്കാഞ്ഞാൽ മുറിവുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കലുണ്ട്. ഇത്തിരി ഇറച്ചി മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓള് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്നാൽ വേഗം അങ്ങോട്ട് വന്നോ പറഞ്ഞു ഞാൻ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറും കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റപ്പ് ആക്കിയാൽ ഒരു സമാധാനമാണല്ലോ. കുട്ടികൾക്കൊരു സന്തോഷമല്ലേ മക്കൾക്ക്. റിതും തന്നെ ഇങ്ങനെ പറയായിരുന്നു, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പെരുന്നാൾക്ക്, നിങ്ങൾ ആ ചോറ് മന്തിച്ചോറ് ഒരു മന്തി കോയും കൊടുന്നു. ആ മന്തി കൊടുന്നു അതേപോലെ ഇടന്നു. ഇറച്ചി തിന്നു എന്നല്ലാതെ ആ മന്തിച്ചോറ് ആറാൾക്ക് തിന്നാലും ഉണ്ടാവുമല്ലോ ഒരു ഫുള്ള് മന്തി വാങ്ങിയാൽ. ആ ചോറ് അച്ചേക്ക് അവിടെ കിടന്നു. ഒത്തിരിയൊക്കെ തിന്നുകാണ്ട് അവർക്ക് വലിയ പുരുഷത്തായിട്ടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മന്തി റൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണോണ്ട് കുട്ടികൾക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കണം, എന്നാലേ കുട്ടികൾക്ക് ഭയങ്കര തീർപ്പതി ഉണ്ടാവുള്ളൂ. അപ്പോൾ കാക്കു വന്നു കേട്ടോ. കാക്കു പറഞ്ഞു, ഇനി പോയി കുളിച്ചോ, ഏകദേശമൊക്കെ 2-2:30 ആയിട്ടില്ലേ, അപ്പോൾ ഇജ്ജ് പോയി കുളിച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാറിന് കാണ്ടേ. അപ്പോൾ പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. അടപ്രഥമനാണ് ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ. അപ്പോൾ അന്ന് സാധനങ്ങളൊക്കെ അതിന് വാങ്ങിച്ചതായിരുന്നു അറിയാം. അടപ്രഥമനൊക്കെ ഉണ്ടാക്കാൻ വാങ്ങിച്ചായിരുന്നു. ഇക്കിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നേരം വെളുത്തപ്പോൾ പുടുത്തം വിട്ട കുഴക്ക് ആകെ കുഴഞ്ഞിങ്ങോട്ട് എന്താ പറയുക, ആകെ വിയർത്തിട്ട് വീഴാൻ പോകാറില്ലേ, അതേപോലെ നമ്മളെ തലവേദനയൊക്കെ കുറേ കാലത്തിനില്ല, ഇനി തലവേദനയൊക്കെ വന്നു ആകെ ഇങ്ങോട്ട്. പിന്നെ ഇഞ്ചക്ഷൻ വെക്കലും ഗ്ലൂക്കോസ് ഇടലും ഒക്കെ ആയിട്ട് പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ ഞാൻ പോയി. കാരണം വെച്ചറിയാം പെരുന്നാൾക്ക് പിന്നെ നമ്മൾ ആകെ ഇങ്ങോട്ട് ഗുളിക കുടിച്ചാലും നിൽക്കാത്ത പോലെ ഇങ്ങോട്ടാവും. ഗുളിക കുടിച്ചാലും ചിലപ്പം മൈഗ്രൈൻ്റെ തലവേദന നിൽക്കൂല. കുറേ കാലത്തിന് ശേഷം കേട്ടോ ചെറിയ തലവേദന വന്നത്. ഒന്നാമത് തീരെ നമ്മൾക്ക് റെസ്റ്റ് എടുക്കണം. നമുക്ക് ഈ മൈഗ്രെയിൻ്റെ തലവേദനയൊക്കെ ഉണ്ടാവുമ്പോഴേ എത്ര എണ്ണ തേച്ചാലും മരുന്ന് കുടിച്ചാലും അതിലൊരു ശമനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കണം, നന്നായിട്ട് ഉറങ്ങണം. നമ്മൾ ഉറക്കില്ലാഞ്ഞാൽ മനുഷ്യന് പിരാന്താവും. അതേപോലെ റെസ്റ്റും ഇല്ലാഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് നല്ലോണം വരും. ഇപ്പോൾ കാക്കു ഡോക്ടറെ കാണിച്ചു പിന്നെ. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്നോ, എന്താ ഇപ്പം ഉമ്മ നിങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അസുഖം കാര്യങ്ങളൊക്കെ എന്താ ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അതിൽ കാണുന്നില്ല. അപ്പം എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പണി ഉമ്മ. അപ്പോൾ ലേഹം ഉണ്ടാക്കലായിരുന്നപ്പോൾ ഇങ്ങനെ തലയടിച്ചിരിച്ചിട്ടുണ്ട്. നിങ്ങൾ റെസ്റ്റ് എടുക്കിട്ടോ, കുട്ടികൾ 6 പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ നല്ല റെസ്റ്റ് എടുക്കുക അറിയുന്നുണ്ട്. പിന്നെ കയ്യും തന്നെ റെഡിയായി വന്നതായിരുന്നു. നമ്മളെ വൈദ്യർ പറഞ്ഞിരുന്നു തൽക്കാലം ഞാൻ മാറ്റി തരാം, ആ കൈകൊണ്ട് ഇങ്ങനെ പിഴിയുക, അതേപോലെ തല്ലുക, കനെല്ലാം എടുക്കുക, ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ താളം തെറ്റി. ആരുമില്ലാത്തവർക്ക് പഠിച്ചോണ്ടാവും പറഞ്ഞ പോലെ അല്ലേ. ഞാൻ അത്ര കണ്ട് കരുതല കേട്ടോ. എൻ്റെ ആ കൈ ഉപയോഗിക്കാതെ ഉത്തർന്നാൽ ഇവിടെ എല്ലാം ഒക്കെ പണി മുടക്കും, നിങ്ങൾക്ക് അറിയില്ലേ. കാക്കുനെ കൊണ്ട് കഴിച്ചണ മാതിരിയൊക്കെ എല്ലാത്തിനും കൂടി തരും കേട്ടോ. റിതും കൂടി തരും. ഷെയ്മോളൊക്കെ എടുത്തെടുത്ത് കുഴങ്ങിയേക്കണ്. ഷെയ്മോൾ അറിയാം സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഒരു 10 വട്ടമൊക്കെ അകം തുടക്കണം. പിന്നെ എന്താ മക്കൾ പിച്ചി പറിച്ചിട്ട് ആകെ അലങ്കോലാക്കും, ഡ്രസ്സൊക്കെ വലിച്ചിട്ട്. ഓളത് മടക്കി വെച്ച് ഇങ്ങോട്ട് കുഴങ്ങുക എന്നല്ലാതെ അതിനൊന്നും ഒരു ഇതില്ല. ഒന്നാമത് മക്കളൊക്കെ വലുതാണ്, ചെറിയ കുട്ടികളല്ലേ. ലിനുമോള് നഴ്സറിയിൽ ചേർത്തിട്ടുണ്ട്. കൈ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. ആ ഫസ്റ്റ് തന്നെ കണ്ടില്ല നിങ്ങൾ, അതിങ്ങോട്ട് വലിച്ചപ്പോഴേ അത് ആവി തട്ടിയാൽ ഭയങ്കര വേദനയായിരിക്കും. പിന്നെന്താ റിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യോണ്ടി. പിന്നെ ആ പോണ പോക്കിൽ ഒന്നും നിങ്ങൾ ലൈക്ക് ചെയ്യോണ്ടി. ലൈക്ക് ചെയ്യാൻ വല്ലാത്ത മടിയുണ്ടല്ലേ നിങ്ങൾക്ക്. ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യോണ്ടി നമ്മളെ ലേഹ്യവും ഹെയർ ഓയിലൊക്കെ കേട്ടോ. പിന്നെന്താ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക്
പഴത്തിലോ കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് കേട്ടോ. നമ്മൾ കെമിക്കൽ ആഡിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കണതാണ്. അതുകൊണ്ട് കടയിൽ 1 കൊല്ലം 2 കൊല്ലമൊക്കെ ലേഹം നിൽക്കണ പോലെ നമ്മളെ ലേഹം നിൽക്കൂല. അത് കെമിക്കലും പ്രസിറ്റീസും കെമിക്കലൊക്കെ ആഡിങ് ആയിരിക്കും. 2 കൊല്ലമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. നമ്മളിത് അത് ഉണ്ടാവില്ല. കാരണം പ്രസവിച്ച് കഴിഞ്ഞോല് ചെറിയ മക്കള് കെട്ടിച്ചാൻ പാകായ മക്കൾ അവരൊക്കെ തിന്നണല്ലേ. അപ്പം നമ്മൾ ശ്രദ്ധയോട് കൂടി ഉണ്ടാക്കണം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് വിട്ടോണ്ടി. അസ്സലാമു അലൈക്കും.